ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ നെക്സ്റ്റ് ടോപ്പിക്കായ എൽ ഹോസ്പിറ്റൽ റൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൽ ഹോസ്പിറ്റൽ റൂൾ പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ആർ ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആൻഡ് limit extends to a f of x by g of x gives an intermediate form. Limit extends to a f of x by g of x gives an intermediate form. Intermediate form എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ either 0 by 0 or infinity by infinity. Then limit can be calculated by differentiating both functions separately. That is, limit extends to a f of x by g of x is equal to limit extends to a f dash of x divided by g dash of x. f dash of x ഉം g dash of x ഉം നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡാഷ് എ ഡിവൈഡഡ് ബൈ ജി ഡാഷ് എ എന്നുള്ളതാണ്. ഇനി ഇഫ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗിവ്സ് ഇന്റർമീഡിയറ്റ് ഫോം, നമ്മളിങ്ങനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഇന്റർമീഡിയറ്റ് ഫോമിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ അതെന്താ പറയുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് വെച്ചാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ ജി ഡബിൾ ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഡബിൾ ഡാഷ് എ ഡിവൈഡഡ് ബൈ ജി ഡബിൾ ഡാഷ് എ. രണ്ട് ഫംഗ്ഷൻ്റെയും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്തതാണ്. ഇതാണ് എൽ ഹോസ്പിറ്റൽ റൂള് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ്. ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ 1, ബി -1, സി 0, ഡി -1/2. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 ആണ്. എക്സിന് 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ മുകളിൽ 1 - 1 0 വരും. സെക്കൻഡ് ലോഗ് 1 0 വരും. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0/0 എന്നുള്ളൊരു ഇന്റർമീഡിയറ്റ് ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം -1 ഡിവൈഡഡ് ബൈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 -1 ഡിവൈഡഡ് ബൈ 1/x ആണ്. ഇനി നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ 0/0 ഇന്റർമീഡിയറ്റ് ഫോമിലൊന്നും അല്ലല്ലോ. അത് കൊടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്താൽ -1 ഡിവൈഡഡ് ബൈ 1/1 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ -1 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/4 sec square x minus 2 tan x divided by 1 plus cos 4x. ഒന്നുകൂടി വായിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/4 ഫംഗ്ഷൻ ഇതാണ് sec square x minus 2 tan x divided by 1 plus cos 4x. അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി -1, ഓപ്ഷൻ സി 1/2, ഓപ്ഷൻ ഡി 1/4. നമ്മൾ ലിമിറ്റിന് എക്സ് ടെൻസ് ടു π/4 ആണ്. എക്സിന് π/4 കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ സീക്ക് π/4 വരുന്ന √2 ആണ്. √2 സ്ക്വയർ നമുക്ക് 2 കിട്ടും. -2 ഇൻറ്റു tan π/4 1 ആണ്. അപ്പോൾ ഇവിടെ ഒരു 2 -2 മോള് നമുക്ക് 0 ആണ് വരുന്നത്. ന്യൂമറേറ്റർ 0 വരും. ഡിനോമിനേറ്റർ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് 1 പ്ലസ് കോസ് 4 π/4 ആണ്. കോസ് 4 ഇൻറ്റു π/4 കോസ് പൈ വരും. കോസ് 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം -1 ആണ്. അപ്പോൾ 1 + -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഡിനോമിനേറ്ററിലും 0 വരും. അപ്പോൾ 0/0 എന്നുള്ള ഇന്റർമീഡിയറ്റ് ഫോമിലായതുകൊണ്ട് നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാണ്. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് നോക്കാം. sec square xന്റെ ഡെറിവേറ്റീവ് വരുന്നത് 2 sec x ഇൻറ്റു sec xന്റെ ഡെറിവേറ്റീവ് sec x tan x മൈനസ് 2 tan xന്റെ ഡെറിവേറ്റീവ് sec square x ഡിവൈഡഡ് ബൈ 1 പ്ലസ് cos 4x ആണ്. 1 പ്ലസ് cos 4xന്റെ ഡെറിവേറ്റീവ് വരുന്നത് cos 4xന്റെ ഡെറിവേറ്റീവ് -4 ഇൻറ്റു sin 4x ആണ് വരുന്നത്. നമ്മൾ ഇത് 2 sec square x കോമൺ ആണ്. അതിനൊന്ന് പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 2 sec square x
ഇൻറ്റു tan x minus 1 divided by minus 4 sin 4x. 2 4 നമ്മൾ കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 2 ഇവിടെ ഒരു 4 ഉണ്ട്. അപ്പോൾ -2 sin 4x 6 square x into tan x minus 1 divided by -2 sin 4x ആണ്. ലിമിറ്റ് x tends to pi/4 ആണ് കേട്ടോ. ഇനി നമ്മൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് pi/4 ആണ്. അപ്പം ന്യൂമറേറ്റർ tan pi/4 -1 1 - 1 ന്യൂമറേറ്റർ 0 ആയി പോകും. പിന്നെ സൈൻ 4 × pi/4 സൈൻ പൈ നമുക്കറിയാം 0 സൈൻ 180 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആണ്. അപ്പോൾ എഗെയിൻ 0/0 എന്നുള്ളൊരു ഫോമാറ്റിലാണ് നമുക്ക് കിട്ടുന്നത്, ഇന്റർമീഡിയറ്റ് ഫോമിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഒന്നുകൂടെ ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ലിമിറ്റ് x tends to pi/4 6 square x into tan x minus 1 ആണ്. നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 6 square x into tan xന്റെ ഡെറിവേറ്റീവ് വരുന്നത് 6 square x ആണ് പ്ലസ് tan x minus 1 into 6 square x ഉള്ളത് 2 sec x into sec x tan x. ഇതാണ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് വരുന്നത്. ഡിവൈഡഡ് ബൈ -2 into 4 cos 4x. ഇത്രയാണ് വരുന്നത്. ഇനി നമ്മളൊന്ന് എക്സിന്റെ വാല്യൂ pi/4 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ടേം വരുന്നത് sec square x into sec square x sec raised to 4x ആണ് പ്ലസ് tan x sec raised to 4x ഉണ്ട് tan x minus 1 tan pi/4 -1 എന്ന് പറയുമ്പോൾ ഈ ഹോൾ ടേം 0 ആയിട്ട് പോകും. ഇതെല്ലാം 0 ആയിട്ട് പോകും. ഡിനോമിനേറ്ററിലാണെങ്കിൽ cos 4x ആണ് -8 into cos pi ആണ് -8 into cos pi എന്ന് വെച്ചാൽ -1 ആണ് വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും 0/0 എന്നുള്ള ഫോമാറ്റ് നമുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ sec pi/4 all raised to 4 divided by -8 into cos 4 into pi/4 which is equal to sec pi/4 നമുക്കറിയാം √2 ആണ്. √2 all raised to 4 divided by -8 into -1. √2 all raised to 4 divided by -8 into -1. അപ്പോൾ √2 all raised to 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 4 divided by 8 4 divided by 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2. അപ്പോൾ എൽ ഹോസ്പിറ്റൽ റൂളിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒരു ഡെറിവേറ്റീവ് എടുത്ത് അത് ചെക്ക് ചെയ്ത സമയത്തും ഇന്റർമീഡിയറ്റ് ഫോം ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നത്. ആൻസർ വരുന്നത് 1/2 എന്നുള്ളതാണ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? മൂല്യനിർണ്ണയം ചെയ്യുക. ലിമിറ്റ് x tends to 0 log x divided by cot x. ഫംഗ്ഷൻസ് ഇതൊക്കെയാണ്, log xും cot xും ആണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് log 0 നമുക്കറിയാം ഇൻഫിനിറ്റി ആണ്, കനോട്ട് ബി ഡിറ്റർമൈൻഡ്. അതേപോലെ തന്നെ കോട്ട് 0 വരുന്നത് 1/0 എന്നായിരിക്കും, അതും ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫോം ആണ്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്നുള്ളൊരു ഇന്റർമീഡിയറ്റ് ഫോമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടു നോക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ലിമിറ്റ് x tends to 0 log xൻ്റെത് 1/x ഡിവൈഡഡ് ബൈ കോട്ട് എക്സിൻ്റെത് -cosec square x. ഇതാണ്. ഇതിനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1/cosec square x നമുക്ക് sin square x എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് x tends to 0 sin square x divided by x മൈനസ് നെഗറ്റീവ് സൈൻ ഉണ്ട്. അപ്പോൾ ലിമിറ്റ് x tends to 0 sin square x divided by x. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അഗെയിൻ sin 0 ആണ് ഡിവൈഡഡ് ബൈ 0/0 എന്നുള്ളൊരു ഫോമാറ്റിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കുക. ലിമിറ്റ് x tends to 0 sin square x ആണ് അതിൻ്റെ വരുന്നത് 2 sin x cos x ഡിവൈഡഡ് ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ -2 sin x cos x ഡിവൈഡഡ് ബൈ 1 അതെന്ന് വെച്ചാൽ -2 sin x cos x എന്നുള്ളൊരു ഫോമിൽ കിട്ടി.
ഇനി നമ്മൾ ഡെറിവേറ്റീവ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ വരുന്നത് 2 sin x എന്ന് പറയുമ്പോൾ 0 ആയിട്ട് മാറും. 0 ആണ് ഇതിൻ്റെ ആൻസർ.